നമുക്ക് മീൻ കറി വറ്റിച്ചെടുക്കാം. അപ്പോൾ ചട്ടി ചൂടായി, അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. വെളിച്ചെണ്ണ ചൂടായി, അതിലേക്ക് കറിവേപ്പില, പച്ചമുളക്, ഉള്ളി, ഇഞ്ചി അതൊക്കെ ഇട്ട് കൊടുത്തു. മീൻ വറ്റിച്ചെടുക്കാനായിട്ടുള്ള അരപ്പാണ്. അതിലേക്ക് 2 സബോള അതിലേക്ക് സബോളയല്ല 2 തക്കാളിയും തൊലി കളഞ്ഞ് അരച്ചെടുത്തതാണ്. പിന്നെ മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ട് നമ്മൾ നന്നായി അരച്ചെടുത്താണ്. അപ്പോൾ ഉള്ളി ഇതൊക്കെ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അരച്ച അരപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. പച്ചമുളകും ഇതൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഇനി അരപ്പിട്ട് കൊടുക്കാം. നമ്മൾ അരപ്പിട്ട് കൊടുത്തു. അതൊന്ന് പച്ചമണം മാറി വരണം. അപ്പോൾ ഇതിൻ്റെ പച്ചമണം എന്നുവെച്ചാൽ തക്കാളി നമ്മൾ തിളച്ച വെള്ളത്തിലിട്ടിട്ട് വാട്ടിയിട്ടാണ് അതിൻ്റെ തൊലി കളഞ്ഞിട്ടുള്ളത്. അപ്പോൾ വലിയ പച്ചമണമൊന്നുമില്ല. അപ്പോൾ പച്ചമണം മാറി ഇതൊക്കെ ഒന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഇപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് മൂത്ത് വരാം. മീൻ കറിയിലേക്കുള്ള അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിന് വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുക്കാം. വേവാൻ ആവശ്യമായ വെള്ളം ഒഴിച്ച് കൊടുത്തു. ഇനി നല്ലവണ്ണം മിക്സ് ചെയ്തിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് മീൻ കഷ്ണം ഇട്ട് കൊടുക്കുക. പുളിക്ക് ആവശ്യത്തിന് കുടംപുളി ഇട്ടിട്ടാണ് വറ്റിക്കണത്. അപ്പോൾ നമ്മൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുടംപുളി ഇട്ട് കൊടുത്തു. ഇനി ഇത് തിളച്ച് വരുമ്പോൾ മീൻ കഷ്ണം ഇട്ട് കൊടുക്കും. അപ്പം നമുക്ക് മീൻ കറിയുടെ കൂട്ട് നന്നായി തിളച്ച് വരുന്നുണ്ട്. അപ്പം നമുക്ക് തന്നെ അതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. മീൻ കഷ്ണം ഇട്ട് കൊടുത്തു. ഇതൊന്ന് ഒരു 5 മിനിറ്റ് നേരം നന്നായി വെട്ടി തിളച്ചിട്ട് നമുക്ക് ചെറുതീയിലിട്ടിട്ട് വേവിക്കാം. അപ്പോൾ മീൻ കറി നന്നായി വെട്ടി തിളച്ച് വരുന്നുണ്ട്. കുറച്ച് നേരം ഇട്ടിട്ട് നമുക്ക് ചെറുതീയിലിട്ടിട്ട് വേവിക്കാം. നമുക്കിപ്പോൾ അടച്ച് വയ്ക്കാം. നമ്മളുടെ മീൻ കറി റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു ലേശം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ ചുറ്റിച്ച് കൊടുത്തു. അങ്ങനെ റോഹു എന്നും പറയും, രോഹു എന്നൊക്കെ പറയും. ഞാൻ ആദ്യമായിട്ട് പഠിക്കുന്നത്. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം അത് ഞാൻ ഇതുപോലെ വെച്ചത്. അപ്പം നല്ല മീൻ കറി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ല രുചിയുണ്ട്. ഒക്കെ കറക്റ്റാണ്. കുടംപൊടി ഇട്ട് വെച്ച കാരണം നല്ല രുചി കിട്ടും. കുടംപൊടി ഇട്ട് വെറ്റിച്ച് കഴിഞ്ഞാൽ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ.